വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ വേലായുധനും ഗോപാലകൃഷ്ണനും കൂടി ആ ഒരു തൃക്കരിപ്പൂർ ക്ഷേത്രത്തിലേക്ക് രാത്രി എത്തുന്നുണ്ട്. തുടർന്ന് നാലമ്പലത്തിൻ്റെ ഒരു ഗേറ്റാണ് കാണിക്കുന്നത്. അത് ഇങ്ങനെ പൂട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ അടിച്ച് തകർക്കുകയാണ് വേലായുധൻ. ദേ ഇത്രയേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് ഗോപാലകൃഷ്ണൻ കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. വേലായുധൻ നല്ല ധൈര്യത്തിലൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണൻ ആകെ പേടിച്ചാണ് വേലായുധൻ്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് ആ ഒരു ശ്രീകോവിലിൻ്റെ മുമ്പിലെ ആ ഒരു ഭണ്ഡാരപ്പെട്ടി കാണിക്ക വഞ്ചിയുണ്ടല്ലോ, അതിൻ്റെ പൂട്ടിങ്ങനെ പൊളിച്ചിട്ട് അതിൽ നിന്നും പൈസ എടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അന്നേരം ആരും കാണുന്നില്ല. എന്നിട്ട് അവർ അതുമായിട്ട് തിരിച്ചിങ്ങ് അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ട് രണ്ടുപേരിങ്ങനെ അതുവഴി പോകുന്ന കാണുകയാണ്. അന്നേരം വേലായുധൻ ആദ്യം കാണുന്നില്ല. പക്ഷേ ഗോപാലകൃഷ്ണനെ കണ്ടിട്ട് വേലായുധ അതേ ആരും വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ടോർച്ച് അടിക്കുകയാണ്. അത് വേലായുധൻ്റെ മുഖത്തേക്ക് തന്നെ അടിക്കുന്നുണ്ട്. തൊട്ടങ്ങ് പിറകിലേക്ക് ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. അന്നേരം അവർ കള്ളന്മാരാണ് എന്നുള്ളത് വേലായുധനെ കാണുന്നുണ്ട്. ഗോപാലകൃഷ്ണനെ കാണുന്നൊന്നും കാണിക്കുന്നില്ല. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഓടി വരും. അപ്പോൾ ഇവരിനെ ഓടി രക്ഷപ്പെടുമോ, ഇനി പൈസ ഇട്ടിട്ട് പോകുമോ, അതോ വേലായുധനെ പിടിക്കുമോ എന്നുള്ളതൊക്കെയാണ്. വേലായുധൻ ഓടി രക്ഷപ്പെട്ടാൽ പിടിക്കില്ല. പക്ഷേ ഗോപാലകൃഷ്ണനെ പിടിക്കുന്നതായിട്ട് കാണിക്കില്ലായിരിക്കും. പക്ഷേ വേലായുധൻ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതോ ഇനി രണ്ടുപേരും രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും അവിടെ മോഷണം നടന്നു ഉള്ളത് അവിടെ അറിയും. വേലായുധൻ നേരത്തെ പറഞ്ഞത് ആരും അറിയാതെ ചെയ്താൽ അറിയത്തൊന്നുമില്ല എന്നാണ് നടന്നതെന്ന് പിന്നീട് അവർ കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. തെളിവുണ്ടെങ്കിലല്ലേ പോലീസ് നമ്മളെ തേടി വരികയുള്ളൂ. ആനൂർ നസീറിൻ്റെ കൊലപാതകത്തിന് തെളിവൊന്നുമില്ലല്ലോ, ബോഡി മറവ് ചെയ്തത്. അപ്പോൾ നമ്മളെ തേടി ആരും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഗോപാലകൃഷ്ണനെ കൊണ്ടുപോയത്. അപ്പോൾ ഇനി ഇവിടെ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉള്ള എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. പിന്നീട് അവിടെ ശാലിനി ആണെങ്കിൽ ആ ഒരു ഹൃദയം വിഷ്ണുവിൻ്റേതാണോ എന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രേഷ്മ അന്വേഷിച്ചു പോകുന്നതൊക്കെയാണ്. ഏറെക്കുറെ ശാലിനിക്ക് അത് ബോധ്യമായ വിഷ്ണുവിൻ്റേതാണ് എന്നുള്ളത്. ഇനി അത് ഉറപ്പിച്ചാൽ കൂടി മതി. അതെന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.